ഇതൊക്കെ വന്നുപെടുന്നതാണ്. ഞാനൊരു ബിസിനസ് ഫാമിലി ഒന്നുമല്ല. ഞാൻ പറയില്ല, ആ ഒരു എക്സ്പീരിയൻസ് അത് സംഭവിക്കുകയാണ്. അങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണ്. എനിക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് ഒരു എക്സ്പോഷർ കിട്ടിയോണ്ടാണ് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് ട്രേഡിങ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലോട്ടറി അടിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ആൾക്കാർ മനസ്സിൽ വെക്കുന്നത് എനിക്ക് ലോട്ടറി അടിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ. മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ അതിഥി ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെത്തുകയും ഇന്ന് പ്രവാസികളുടെ വ്യാവസായിക രംഗത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രമുഖനായ പ്രശസ്തനായ വ്യക്തിത്വമാണ്. കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ സ്വദേശി ലാൽ അബ്ദുസലാമാണ് എൻ്റെ കൂടെ നിങ്ങൾക്കായിട്ടുള്ള അതിഥി. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. The Grand 22 Dubai Award goes to Mr. Lal Abdul Salam, the CEO of Smithline Reinforced Composites FC LLC. Ladies and gentlemen, put your hands together for Lal Abdul Salam, the first award winner for the Grand 2022 Dubai Awards from the Golden Achievement Awards, the 8th edition. നമസ്കാരം. വലിയ സന്തോഷം പരിചയപ്പെട്ടതിൽ. താങ്ക് യു. കൊല്ലം നമുക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ള അവിടെ അടുത്തല്ലേ നടൻ ജോണിയുടെ കുണ്ട്ര. ഒരുപാട് വർഷം, 3 പതിറ്റാണ്ട് അല്ലേ? 33 വർഷക്കാലം എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാലയളവാണ്. കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാലഘട്ടം ഗൾഫിലാണ്. തീർച്ചയായിട്ടും. ആദ്യം എവിടെ എങ്ങനെ എത്തി? യു എയിലാണോ വന്നത്? അതേ വേറെ വല്ല യു എ തന്നെയാണ് വന്നത്. റാസൽ കൈമയിലായിരുന്നു ആദ്യം വന്നത്. അന്ന് ഈ വിസിറ്റ് വിസ പരിപാടിയൊക്കെ റാസൽ കൈമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ. യു എയിൽ ഓ അങ്ങനെ വന്നു, ജോലി അന്വേഷിച്ചു. ഓൾമോസ്റ്റ് ഒരു 20 കൊല്ലത്തോളം ജോലി ചെയ്തു. ആ ജോലി ചെയ്ത ഫീൽഡ് എന്നൊരു പാഷൻ ആയതുകൊണ്ട്. ആ ഫീൽഡ് എന്തായിരുന്നു? മാനുഫാക്ചറിങ്, പൈപ്പിംഗ്, ഇവിടുത്തെ ഉള്ള മെയിൻ. അത് തന്നെ ബിസിനസ്സിലും കണ്ടെത്തി അല്ലേ? അപ്പം അതിൻ്റെ ഇന്നാൻഡോട്ട് കറക്റ്റ് മനസ്സിലാക്കിയതുകൊണ്ട് അതാണ് എൻ്റെ മുന്നോട്ടുള്ള ഇതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അതിനകത്ത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 300ഓളം ആൾക്കാരുമായിട്ട് 300ഓളം ആൾക്കാരുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പിയായിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നു. 300 പേരെന്ന് പറയുമ്പോൾ അത് നിസ്സാര എണ്ണമല്ല, വലിയ എണ്ണമാണ് അല്ലേ? അത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് നീങ്ങിയതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിരിക്കാം ഒരു പക്ഷേ അല്ലേ? തീർച്ചയായിട്ടും. ഈ റാസൽ കൈമയിൽ തുടങ്ങിയിട്ട് ബിസിനസ് ജോലി തുടങ്ങിയിട്ട് ബിസിനസ് ചെയ്ത ദുബായിലാണോ? എൻ്റെ 20 കൊല്ലത്തോളം ഇപ്പോഴും ഞാൻ ദുബായിലാണല്ലോ താമസിക്കുന്നത്. ദുബായിലൊരു ഓഫീസ് സംസാരിക്കുന്നത് ദുബായിൽ നിന്നാണ്. അതെ, ദുബായിൽ നിന്നാണ്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ സോൺ നോക്കിപ്പോയപ്പോൾ ഈ ഇങ്ങനെ കുറേ കെമിക്കൽസ് ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സോൺ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് 2006 ഈ റാസൽ കൈമ ഫ്രീ സോൺ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഒരു സോൺ ഓപ്പൺ ചെയ്തൊരു ഫ്രീ സോണായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയൊരു സ്ഥലം എടുക്കുകയും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് അതാണ്. അതെ, ചെറിയൊരു സ്ഥലം എടുക്കുകയും അതിനകത്തുനിന്ന് ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം ശരിക്കും ഒരു 18 ആൾക്കാരുമായിട്ട് ഞാനൊരു സ്റ്റാർട്ട് ചെയ്തൊരു. അതാണ് 300 വന്നിരിക്കുന്നത്. അതെ, അതാണ് 300 വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ? ഒരു യൂണിറ്റേ ഉള്ളൂ. 24/7 വർക്കിംഗ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് 25ഓളം എൻജിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ ഈ പ്രോജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലും ഉള്ള മിക്കവാറും സ്ഥലങ്ങളിലേക്ക് പ്രോഡക്റ്റ് അങ്ങോട്ടൊക്കെയാണ് എൻ്റെ സംടൈംസ്. ഇപ്പോൾ നമ്മൾ കോവിഡിന് മുന്നേ നമ്മൾ യൂറോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറവാണ്. ബട്ട് നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഉണ്ടായത് തൊട്ട് നമ്മൾ ലാസ്റ്റ് 4-5 ഇയേഴ്സ് 4 ഇയേഴ്സ് 2020 മുതൽ റണ്ണിങ് 24/7 വർക്കിംഗ് ആണ്. ആണല്ലേ?
അധികം മലയാളീസ് ഉണ്ടോ? നമുക്ക് എഞ്ചിനീയേഴ്സ് 25 പേരുണ്ടെന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എഞ്ചിനീയേഴ്സ് അതെല്ലാം മലയാളികളായിരിക്കാം അല്ലേ? എനിക്ക് തോന്നി. അതെല്ലാം മലയാളികളാണ്. പിന്നെ മറ്റുള്ള രാജ്യക്കാരൊക്കെ ഉണ്ടാവും. എഞ്ചിനീയേഴ്സിൽ ഇന്ത്യക്കാർ വേറെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതിനകത്ത് ഈവൻ എല്ലാ നാഷണാലിറ്റീസും ഇന്ത്യൻസ് ഉണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈവൻ ശ്രീലങ്ക, ക്യാമറൂൺ, ആഫ്രിക്കൻസ്. ഓ, അവരെന്ത് വർക്ക് ചെയ്യുന്നത്? വർക്കേഴ്സായിട്ടാണ്. ലേബർ വർക്കേഴ്സായിട്ടാണ്. ഇത്രയും വർഷം 2006 തുടങ്ങി അല്ലേ? അതെ. ഇപ്പോൾ ഏകദേശം 18 കൊല്ലമായി. അതെ അതെ. ഈ 18 വർഷം നമുക്ക് ആ ജോലിയുടെ അവിടെ നിൽക്കട്ടെ. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? സഫലം ഈ യാത്രയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ ഇത്രയും നാളത്തെ വർക്കിനോട് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എങ്ങനെയാണ്? 100% സാറ്റിസ്ഫൈഡ്. മേ ബി വളരെ ചുരുക്കം ബിസിനസ് ആൾക്കാരിൽ മാത്രമായിരിക്കും ഈ എന്നെപ്പോലെ വളരെ ചുരുക്കം ആൾക്കാർ ഒരു ലയബിലിറ്റീസും ഇല്ലാതെ ഭംഗിയായിട്ട് പോവുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇതൊരു ബിസിനസ് എപ്പോഴും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും ജോലി പോലെ അല്ല. അതെ. അപ്പോൾ ആ റിസ്കിനെ ഞാൻ കവർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ്, പ്രീവിയസ് എക്സ്പീരിയൻസാണ്. ഓക്കെ. ആ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിസ്കിൻ്റെ ഒരു ഇത് കുറയും, നമുക്ക് ഭയങ്കരമായിട്ട് കുറയാനുള്ളൊരു അതാണ് ഞാൻ എൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് എന്നോടൊപ്പം ഒരു 25 കൊല്ലത്തോളം 25 കൊല്ലം പ്രീവിയസ്ലി പറഞ്ഞ ഒരു 10-15 കൊല്ലത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാർ എൻ്റെ കൂടെ കൂടി. അപ്പം അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അത് വലിയൊരു അനുഗ്രഹം. അതെ. അപ്പം അവർ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഞാനിങ്ങനെ തുടങ്ങുമ്പം എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ അവർ ഒരു 10 പേര് 12 പേര് എൻ്റെ കൂടെ ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്ത ആ കമ്പനിയിലുള്ള അവരെൻ്റെ കൂടെ വരാൻ തയ്യാറായി. സ്വന്തം സ്ഥാപനം പോലെ അവർ കൂടെ. അപ്പോൾ ഇപ്പോഴും അവരുണ്ട്.
ഇപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് അവരുടെ ലൈഫ് തന്നെ വരും. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞ് കുട്ടികളായി അവരുടെ എഡ്യൂക്കേഷനായി അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അതേ ഒരു സ്റ്റേജിലൂടെ അല്ലേ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അതേ ലെവലിൽ തന്നെ ഞാൻ ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റഡ്, ശരിക്കും പറഞ്ഞ ഒരു പാർട്ട്നേഴ്സായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അല്ലാതെ അവരൊരു എംപ്ലോയീസ് ആയിട്ടൊന്നുള്ള അല്ല, അവരൊരു മുതലാളി തൊഴിലാളി അങ്ങനെയുള്ള റിലേഷൻ ഒന്നുമില്ല. പൊണ്ണമോങ്കം. അതെ അതെ, ഇത്രയും പേർക്ക് ഒരു ജോലി കൊടുക്കാന്ന് പറയുന്നത് നമുക്കൊരു വലിയ കാര്യമല്ല. അത്രയും കുടുംബങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഞാനതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു കാര്യം. അത് തന്നെയാണ് നമ്മൾ ഒരാൾ മാത്രം ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമേറ്റഡ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എൻ്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറേ ആൾക്കാരും കൂടെ ജീവിച്ചു പോകും, കുറേ ഫാമിലി. ഇപ്പം ആവറേജ് നമ്മളെടുത്ത് ഒരു എംപ്ലോയി റണ്ണിങ് ഒരു ഫാമിലി റൺ ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 4 പേര് കാണില്ലേ? അതെ അതെ അതെ. അപ്പോൾ 300 × 4 ആകുമ്പോൾ 1200 വയറ് കഴിയുമല്ലേ അവരുടെ ഒരു ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. നമ്മുടെ നാട് വിട്ട് ഒരുപാട് പ്രവാസികൾ വന്ന് ഇതുപോലെ അറേബ്യൻ രാജ്യങ്ങളിൽ വ്യവസായം തുടങ്ങുന്നു. അതിലധികം പേരും വിജയിക്കുന്നു. അങ്ങനെ വിജയം കൈവരിച്ച ഒരു ആളാണ് സലാം ഭായ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വ്യവസായം നമ്മുടെ നാട്ടിലാണ് തുടങ്ങിയിരുന്നെങ്കിൽ എന്ത് തോന്നുന്നു? അല്ല, ഞാനതൊന്ന് ഇടയ്ക്ക് ശ്രമിച്ചായിരുന്നു. ഓക്കെ, കാര്യം നമുക്ക് എപ്പോഴും നമ്മുടെ നാടുമായിട്ട് നമ്മുടെ ഒരു പക്ഷേ എനിക്കതിനകത്തൊരു ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുകയല്ല, ബട്ട് എനിക്കതിനകത്തൊരു പോസിറ്റിവിറ്റി എനിക്കത് ഫീൽ ചെയ്തു. ഇത് കാര്യം ഒരുപാട് പ്രതിസന്ധികൾ അതിനകത്ത് വരുമെന്നുള്ളത് ഞാനൊരു 5-6 മാസം ഞാനതിൻ്റെ പിറക്കെ നടന്നു. പക്ഷേ അത് പിന്നെ ഞാൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തേ. ഇവിടെ ആകുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണല്ലേ? എളുപ്പമാണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു അഴിമതിയുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ അറിയുന്നത് നമ്മളതിനെക്കുറിച്ച് ഇപ്പം നാട്ടിൽ ഫോക്കസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്കതിനെപ്പറ്റി. പക്ഷെ ഇവിടെ എല്ലാം വളരെ സിമ്പിളാണ്, സ്പീഡാണ്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡു ഇറ്റ് പ്രോപ്പർലി. അതെ അതെ. അല്ലാതെ ഈ നമ്മൾ അക്കൗണ്ട്സിങ് ഒരു അക്കൗണ്ട് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ, നമ്മൾ റിലാക്സ്ഡ് ടു ദാറ്റ്. ചുരുക്കം പറയാം, മര്യാദയോടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയം കണ്ടു. അതെ, ഒരു വളഞ്ഞ വഴി കൂടെ സ്ട്രെയിറ്റ് പോയി ഇവിടുത്തെ നോംസും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ എല്ലാം. നമുക്ക് ഞാൻ ഇത്രയും കാലമായിട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറബി നല്ലോണമെന്ന് അറിയാം. അത് ശരി. ഇതേ നമ്മൾ ചെല്ലുന്ന ഒരാളുടെ അടുത്ത് അവർ നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ തന്നെ പറയുന്ന എത്ര ആൾക്കാരെ ഞാൻ കണ്ടു ഇങ്ങോട്ട്. പക്ഷെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഈസി ഹാൻഡ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അറബ്സിന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ വളരെ 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 വലുത്, വളരെ വളരെ നല്ലതാണ്. എനിക്ക് എപ്പോഴും ഞാൻ പറയല്ലേ 33 years വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെ ആസ് ഓഫ് നൗ, ടുമാറോ ഐ ഡോണ്ട് നോ. പക്ഷേ ഇറ്റ്സ് വെരി ഹംബിൾ നേച്ചർ. അവരുടെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ്. ഇവിടെ കൂടുതൽ നമ്മൾ മലയാളികളോട് കൂടുതൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട്. അതൊരു പോയിന്റാണ്. ഈ ഹാർഡ് വർക്കിംഗ് എന്ന് അവർക്ക് തോന്നണം, ഓക്കെ ഇവനെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണ്. അല്ലെങ്കിൽ കാര്യം ഇവരിപ്പോൾ എഡ്യൂക്കേഷനിൽ ഒരുപാട് മുന്നോട്ട് വന്നതുകൊണ്ട് യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർക്കിതൊക്കെ പഠിക്കാനുള്ള താല്പര്യവും അവരുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്ക് ഇതിനകത്ത് ഒരു ഹൈഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. ഈസ് എൻ ഓപ്പൺ ബിസിനസ്. നമ്മൾ എന്ത് ചെയ്താലും സിസ്റ്റമാറ്റിക് ആ ഗവേണൻസിനകത്ത് അത് പാർട്ടായിട്ടുണ്ട്. എവറിത്തിങ് ഈസ് സ്മൂത്ത്. നമ്മൾ
എനിക്കതാ ഫീൽ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ അതിൻ്റെ അങ്ങനെയാണ്? ഇവിടെയുണ്ട് വാറ്റ് അല്ലേ? വാറ്റ് ഉണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ ഫ്രീ സോൺ ആയതുകൊണ്ട് നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. നമുക്ക് ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും വളരെ ഈസിയാണ്. 31 വർഷമായി ഇവിടെ. അപ്പോൾ നാടിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ നാട്ടിലോട്ട് ബന്ധങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നില്ലേ? ഓഫ് കോഴ്സ്, സൗഹൃദവും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഫാദറും മദറും ഒക്കെ ഇപ്പോഴും ഉണ്ടായതുകൊണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരാഴ്ചയെങ്കിലും ഞാൻ അവിടെ പോകല്ലേ നാട്ടിൽ. പാപ്പയുടെ പേരെന്താ? അബ്ദുൽ സലാം. പാപ്പയും ബിസിനസ് ആയിരുന്നു? അല്ലല്ല, അപ്പോൾ ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകൻ്റെ മകനാണല്ലേ? അതെ. അപ്പോൾ ഇതൊക്കെ വന്നു പെടുന്നതാണ്. ഞാനൊരു ബിസിനസ് ഫാമിലി ഒന്നുമല്ല. ഞാൻ പറയില്ല, ആ ഒരു എക്സ്പീരിയൻസ്. അതെ, സംഭവിക്കുകയാണ് അങ്ങനെ. അത് അങ്ങനെ സംഭവിക്കുകയാണ്. ഉമ്മ എന്ത് ചെയ്യുന്നു? ഉമ്മയുടെ പേര് മറിയം ബീവി. വേറെ ബ്രദേഴ്സ് ആരെങ്കിലും ഗൾഫിലുണ്ടോ? ഇല്ലല്ല, ഞാനാണ് മൂത്തത്. എനിക്ക് 3 സിസ്റ്റേഴ്സാണ് ഉള്ളത്. ഓ, അത് ശരി. അപ്പോൾ എന്തായിരുന്നു അന്ന് 33 വർഷം മുമ്പ് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രചോദനം? അല്ല, അത് നാട്ടിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ. അപ്പോൾ അത് പെർമനൻറ്റ് പൊസിഷൻ ഒന്നുമല്ല. ഓ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി ഞാനൊരു കെമിക്കൽ എഞ്ചിനീയറാണ്. കെമിക്കൽ എഞ്ചിനീയർ? TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. TKM പഠിച്ചാണോ? അതെ. ഓ, അത് ശരി. 88 പാസ് ഔട്ടായ ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അത് അവിടുന്ന് ഒരു 90 വരെ 91 വരെ വേറൊരു ഫേമിൽ KMML ഷവർ അവിടെ ഒരു കോൺട്രാക്ടറോടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ടെമ്പററി പൊസിഷനിൽ. അതുകൊണ്ട് എനിക്ക് എറണാകുളമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഒരു ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് നമ്മൾ എറണാകുളം സിറ്റിയിൽ ഇങ്ങനെ. ഇപ്പോൾ എറണാകുളത്ത് ഇൻവെസ്റ്റ്മെൻ്റ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താ ഉള്ളത് അവിടെ? 1-2 അപ്പാർട്ട്മെൻറ്റും പിന്നെ വേറെ ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്. പോകുന്നുണ്ട് അതിങ്ങനെ. ഇപ്പോൾ പോകുന്ന ഈ ബിസിനസ്സിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? അല്ല, ഈ ബിസിനസ്സിൽ തന്നെ നമ്മൾ പല ഏരിയാസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാതെ ഇപ്പം എനിക്കറിയാവുന്നൊരു ബിസിനസ് ഇതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഇന്നോവേറ്റീവായിട്ട് പല സംഭവങ്ങളെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ശരി. അപ്പം അതിനിവിടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുമുണ്ട്. അങ്ങനെ അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റേതായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓ, സ്വന്തം. അതിന് ഈ മാർക്കറ്റിൽ അക്സെപ്റ്റൻസ് കിട്ടുന്നുമുണ്ട്. അത് മാർക്കറ്റിംഗ് ഇവിടെ തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇവിടെ അല്ല, ഓൾ ഓവർ ഗൾഫ് GCC കൺട്രീസിലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നനായ ഒരുപാട് ചെറുപ്പക്കാർ ജോലിയിൽ കൂടുതൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര്. അങ്ങനെ വരുന്നുണ്ട് പലരും. അതെ അല്ലേ? അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണമെങ്കിൽ സലാം ഭായിക്ക് ഒരു അഡ്വൈസിൽ ഇതിൽ കൊടുക്കാം. എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് കരുതണ്ടേ, എന്തൊക്കെ വേണ്ടാന്ന് വെക്കണം. കാരണം താങ്കൾ വലിയ വിജയം കൈവരിച്ച അറിയപ്പെടുന്ന വ്യവസായം ഇവിടുത്തെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അവർക്ക് വേണ്ടിയിട്ട് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റിൽ വേണ്ട നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നേരിടാൻ ശ്രമിക്കുക. അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം ആദ്യം. അതെ. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടോണ്ട് ഈ നമ്മൾ പറയത്തില്ല ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത്, അതല്ല. ഒരു മോട്ടിവേഷൻ ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്, അത് വേണം. പക്ഷെ നമ്മൾ ഞാനിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്നൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഒരു കമ്പ്യൂട്ടർ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഡിവിജ്വൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് അത് ഒരാൾക്ക് മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെ 100-300 ആൾക്കാരുമായിട്ട് ജോലി ചെയ്യുമ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേ കറക്റ്റ് അല്ലെങ്കിൽ ഇതിലല്ലേ നമ്മളെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. 100-300 പേരെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പേരുടെ ജീവിതമാർഗമാണ്. അപ്പം അത് അത്രയും ലെവലിലോട്ട് ഒരു ഇൻഡസ്ട്രിയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരില്ല. അതെ. അപ്പം പക്ഷെ നമ്മൾ ആ ഒരു ചെറിയ ഇൻകത്തിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്ത് കോമ്പൗണ്ടിങ് ചെയ്താണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുവരുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹിൽ ബി സക്സീഡിങ് വിത്ത് ആ ഒരു വിജയം ഉറപ്പായിട്ടുണ്ടാവും. അല്ല പക്ഷേ ഈ അതിന് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. തീർച്ചയായിട്ടും. ഇല്ല, അപ്പോൾ ഓരോരുത്തർ ഇപ്പം എനിക്ക് ഇൻഡസ്ട്രി ബേസ്ഡ് ഒരു എക്സ്പോഷർ കിട്ടിയോണ്ടാണ് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ അവർക്ക് ഒരു വിഷൻ ഉണ്ടാവും. ചുമ്മാ ലോട്ടറി അടിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ആൾക്കാർ മനസ്സിൽ വെച്ചില്ല എനിക്ക് ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ. അപ്പം ഒരാൾക്ക് എന്താണോ ഒരു പാഷനേറ്റായിട്ട് തോന്നുന്ന സംഭവം അതിനെ ഡെവലപ്പ് ചെയ്യുക, ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരിക, അതിൽ തന്നെ ശ്രദ്ധിക്കുക. അല്ലാതെ ഒരാൾ പറയുന്നിട്ട് നീ ഇന്ന ബിസിനസ് ചെയ്താൽ നന്നായിരിക്കും, ഇന്ന അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ഞാനതാ പറഞ്ഞു, ഞാനൊരു ഓൾമോസ്റ്റ് 20 കൊല്ലത്തോളം ജോലി ശ്രദ്ധിച്ച് അതിൻ്റെ ഓരോ ഏരിയയിലും വരുന്ന ഇമ്പാക്റ്റുകളെ മനസ്സിലാക്കി എനിക്കത് പിന്നെ അത് ചെയ്യുമ്പോൾ നമുക്കത് പല രീതിയിൽ നമുക്കത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് ഡ്രോബാക്ക് എവിടെയാണ്. അതെ, ഓപ്ഷൻസ് ഉണ്ടാവും. ബേസിക്കലി ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡിൽ നമ്മളത് ഉണ്ടാക്കി വിൽക്കുമ്പോൾ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യണം. ഇപ്പം എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രീസ്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഓൾമോസ്റ്റ് 15 ഓഫ് ഇൻഡസ്ട്രീസ് ഉള്ളതിനകത്ത് നമ്മളൊരു എഫർട്ട് ഇട്ടിട്ട് ഇപ്പം ഞങ്ങൾ ഏകദേശം 3-4 ആ ലെവലിലോട്ടാണ് എത്താൻ പറ്റി. ഇതിന് 10 years ഓഫ് സ്പാൻ, 10-15 years അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, എൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾസ് വരുമ്പോൾ മാത്രമേ നമ്മൾ വേറെ ചിന്തിക്കുള്ളൂ. അപ്പം എനിക്ക് അങ്ങനെ ഇത് വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ചിന്തിച്ച് അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കത്. ഈ ഫീൽഡിൽ 3-4 എത്തുമെന്ന് പറയുമ്പോൾ ഇനി ഒന്നാമത് എത്തട്ടെ, ഇനി നമുക്ക് കൈവരിക്കട്ടെ വിജയങ്ങൾ. ഇത്രയും തിരക്ക് പിടിച്ച ബിസിനസ് ഇടയിൽ വേറെ എന്താ റിലാക്സേഷൻ, വേറെ യാത്രകൾ പോകാറുണ്ടോ? അങ്ങനെയല്ല. അല്ല, ഒരു 2 കൊല്ലം മുമ്പ് വരെ കുറച്ച് തിരക്കായിരുന്നു. ഇപ്പം മക്കളുണ്ട്, മകൻ ഫുള്ളി ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് വളരെ റിലാക്സ്ഡ് ആണ്. അതാണ് പറഞ്ഞ ആഴ്ചയിലൊക്കെ നാട്ടിൽ പോകുന്നു പറഞ്ഞു. അതെ, വളരെ റിലാക്സ്ഡ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഒരാൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ബേർഡനാണ്. അതെ, ബാങ്ക് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇതൊക്കെ എനിക്കതൊന്നുമില്ല. അത് ആദ്യം പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ കാര്യം. സമാധാനം കിട്ടണം അപ്പോഴാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ എന്ത് സംഭവിച്ചാലും ഓക്കെ, അത് ഒരു ഫൈനാൻഷ്യൽ ഇതിനകത്ത് എനിക്ക് ഇമ്പാക്റ്റ് വരില്ല എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ പറയത്തില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു അപ്പം നമുക്ക് പക്ഷേ ഇന്നേ വരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആ വഴി ഒന്നും പാളിപ്പോയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയായിട്ടുള്ള. മോൻ എന്ത് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നേ? മോൻ നാട്ടിൽ, മോനും കല്യാണം മരുമോളും ഒരു നാട്ടിൽ ആർക്കിടെക്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നു. കോവിഡിൻ്റെ സമയമായപ്പം ഇവിടെ വന്നു. അപ്പം പുള്ളി ഈ ലെവലിലോട്ടൊന്ന് കൊണ്ടുവന്നു. പുള്ളി ഈസ്റ്റേക്കും കയറി വരും. മോൻ്റെ പേരെന്താ? ലിബിൻ. മരുമോളുടെ പേരും ഫാത്തിമ. അവള് ആർക്കിടെക്റ്റാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നു. വേറെ കുഞ്ഞുണ്ടല്ലേ? അതെ. കുഞ്ഞിൻ്റെ പേര് സെഹറ. ഫാത്തിമ എന്ത് ചെയ്യണം മകൾ? അവള് ഇവിടെ തന്നെയാണ്. ഈ 2 മക്കളും ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നു. അവള് ഇവിടെ BBA കഴിഞ്ഞ് ഇപ്പോൾ UK പോയി മാസ്റ്റേഴ്സ് ചെയ്തു വന്നു. വെരി സൂൺ ഷീസ് ഗെറ്റിംഗ് മാരീഡ്. എന്തായാലും വളരെ തിരക്കിനിടയിൽ കുറച്ച് സമയം ഞങ്ങളോടൊപ്പം കുറച്ച്
സമയമെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വലിയ സന്തോഷം. ഇനിയും ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്.